പുക്കാട്ടുപടി മെയിൻ ജംഗ്ഷനിൽ നിന്നും 800 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വന്നിരിക്കുന്നത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും കളമശ്ശേരി ഭാഗത്തേക്കും എടപ്പള്ളി ഭാഗത്തേക്കും ആലുവ തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ്. യൂണിക് ഡിസൈനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 5 സെൻറ്റ് 450 ലിങ്ക്സ് ലാൻഡ് ഏരിയയിൽ 2200ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന 4 BHK ആണ്. ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. കോമ്പൗണ്ട് വാളിലും ടെക്സ്റ്റർ ഡിസൈൻ വരുന്നുണ്ട്. 2 പില്ലറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഫോൾഡ് ചെയ്യുന്ന രീതിയിലുമാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. നേരെ പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം ഈസി ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒന്നല്ല 2 വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. മേലെ വർക്ക് ചെയ്തിരിക്കുന്നത് ലൂവറിൻ്റെ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഒരു സൈഡിൽ ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെ പ്ലാന്റർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലാന്റ്സ് വരാനുണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡും ഇത് സൗത്ത് സൈഡുമാണ്. ഇത് നമുക്ക് വെസ്റ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയും പ്ലാന്റർ ബോക്സ് വന്നിട്ടുണ്ട്. KWA വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. ഇത് കൂടാതെ 3D ടൈലും സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. വീടിൻ്റെ അകത്ത കോമ്പൗണ്ടിലേക്കും ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. വശങ്ങളിലായിട്ട് ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. ഒരു ചെറിയ പമ്പ് വെച്ചിരിക്കുന്നത് ഇവിടെ KWA വാട്ടറിൻ്റെ സബ് ടാങ്ക് വരുന്നുണ്ട്. അതിൽ നിന്നും ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. സിറ്റൗട്ട് വന്നിരിക്കുന്നത് നാനോ ടൈലിലാണ്. 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒരു 3 ചെയറിലാണ് സ്പേസ് വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. ഡോറ് വന്നിരിക്കുന്ന ഫേസിംഗ് ആണ് ദർശനമായിട്ട് നമ്മൾ കൂട്ടുന്നത്. അതുകൊണ്ട് വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് കിഴക്കോട്ടാണ്. മെയിൻ ഡോറ് കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഡോറായിട്ടാണ്. ഒരു ലിവിങ് സ്പേസിലാണ്. മനോഹരമായുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ഫാൾ സീലിംഗ് വർക്കൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ധാരാളം സൂര്യപ്രകാശം അകത്തേക്ക് കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസുകളാണ് മേലെ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ വെസ്റ്റ് സൈഡിൽ 4 പാളി വലിയ ജനലും വന്നിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. എല്ലാം മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭിത്തി കളർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടെക്സ്റ്റർ ഡിസൈനൊക്കെ കൊടുത്ത് നല്ലൊരു ലിവിങ് സ്പേസ് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മേലെ നമുക്കൊരു കോറിഡോർ പോലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ്. ഒന്ന് ലിവിങ് സ്പേസ്, ഒന്ന് ഡൈനിങ് സ്പേസ്. ഇതിൻ്റെ മിഡിലൂടെ ഒരു കോറിഡോർ വരുന്നുണ്ട്. അതിൽ നിന്നും നല്ലൊരു വ്യൂ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. ശരിക്കും ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു സിറ്റിംഗ് സ്പേസും കൂടി നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെയായിട്ടാണ് ഡബിൾ ഹൈറ്റ് ഏരിയ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ സ്റ്റെയറിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടറും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. മോപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നേരെ ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായുള്ളൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ട് 3 പാളി ഫ്രഞ്ച് വിൻഡോസ് നല്ല വലിപ്പമുള്ളത് വന്നിട്ടുണ്ട്. ഫുള്ള് പാനൽ വർക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരു കവറിംഗ് ആണ്. അതിനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നുള്ളൊരു കവറിംഗ് ആണ്. ഇൻഡോർ പ്ലാന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. മനോഹരമായിട്ടൊരു വാഷ് കൗണ്ടറാണ് വന്നിരിക്കുന്നത്. ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ്. LED മിറർ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ടവൽ റാഡ് അടക്കം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയായിട്ട് നല്ലൊരു പാഷ്യം കൂടിയുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ ഇവിടെ മേലെ നമുക്ക് വേണമെങ്കിൽ
ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ അല്ലെങ്കിൽ ഗ്ലാസ്സോ കൊടുക്കാവുന്നതാണ്. മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്ന രീതിയിലൊരു കോട്ടിയാട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. ഇവിടെ കോക്കറി ഷെൽഫ് വരാനുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിൽ തട്ടുകൾ വരാനുണ്ട്, കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് കൗണ്ടർ കിട്ടിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും സ്റ്റോറേജ് സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡാണ്. ഹെൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അതും നാനോ വൈറ്റ് തന്നെയാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വശങ്ങളിൽ ടൈല് കൊടുത്തിട്ടുണ്ട്, എലിക്കാണെങ്കിൽ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ധാരാളം കയ്യെത്തുന്ന ദൂരത്തെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്വാളിറ്റി ഉള്ളൊരു സിങ്ക്, 2 ടാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയായിട്ടാണ് പ്ലേറ്റ് റാക്കും മറ്റുമൊക്കെ കൊടുത്തിട്ടുള്ളത്. വലിയൊരു ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഒന്ന് പോവാം. അതിവിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വശങ്ങളിലെല്ലാം പോളികാർബൺ ഷീറ്റാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാച്ചുറൽ ലൈറ്റ് അകത്തേക്ക് വരുന്ന രീതിയിൽ 2 സൈഡിൽ നിന്ന് തുറക്കാവുന്ന രീതിയിൽ ഗ്രില്ല് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വെല്ല് വന്നിട്ടുള്ളത്. KW വാട്ടർ കണക്ഷൻ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ വെല്ലാണ്, വെല്ലെന്ന് പറയുന്നത് ബോർവെല്ലാണ്. അപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതും ചെയ്തിരിക്കുന്നത്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ലൂവറിൻ്റെ വർക്ക്, LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഫാസ്റ്റ് സീലിംഗ് വർക്ക്, കയറി വരുന്ന ഭാഗത്ത് ലൂവറിൻ്റെ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള കബോർഡ്സ് വരുന്നുണ്ട്. നല്ല പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മിറർ വരാനുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം 14 അടിയാണ്. 11 അടിയോളം വിഡ്ത്തും വരുന്നുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കൂടിയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, അത് കൂടാതെ തന്നെ ജാഗ്വറിൻ്റെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്. മേലെ സീലിംഗ് വർക്കും ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. റെയിൻ ഷവർ നല്ല പ്രോപ്പറായിട്ട് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈല്, ഭിത്തിയും മാറ്റ് തന്നെയാണ്. താഴെ മാറ്റ് കാർവിംഗ് ഡിസൈനിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പാറ്റേണിൽ നല്ല ക്വാളിറ്റി ഉള്ള ഡോർ തന്നെയാണ് ബാത്റൂമിന് വന്നിരിക്കുന്നത്. നമുക്കിനി താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. 11 അടി നീളവും 10 അടി വീതിയുമാണ് ഇതിന് വന്നിരിക്കുന്നത്. ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും സ്ട്രിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനും നല്ല വലിപ്പമുള്ള കബോർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. വിത്ത് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമുക്ക് അപ്പർ ലിവിങ്ങിലേക്ക് പോവാം. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് ടൈലിൽ തന്നെയാണ്, നാനോ ടൈലിൽ തന്നെ, അതും ഗ്ലോസി ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ്. നേരെ സ്റ്റെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ടൈലിൽ തന്നെയാണ്. സിറ്റ് ഔട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന അതേ ടൈൽ തന്നെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. മനോഹരമായുള്ളൊരു ഹാൻഡിൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല വുഡ് വർക്കിൽ ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാം. 2 സെക്ഷനായിട്ടാണ് ഇവിടെ ഡബിൾ ഹൈറ്റ് ഏരിയ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കയറി വരുന്ന ലിവിങ് സ്പേസിൽ നിന്ന് സിറ്റിംഗ് റൂമിലേക്ക് വരുന്ന സ്റ്റെയർ ഏരിയയിൽ വരുന്ന ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സ്പേഷ്യസ് ആയുള്ള ലിവിങ് സ്പേസ് തന്നെയാണ്. ഇവിടെയും TV സ്പേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വലിയൊരു സോഫ സെറ്റ്, ബീൻ ബാഗ്, മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് TV വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഫാസ്റ്റ് സീലിംഗ് വർക്ക്, LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിൽ ഫ്രഞ്ച് വിൻഡോസ് ആയിട്ട് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിനോട് ചേർന്നായിട്ടാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് കാണാം. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ്. ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അപ്പം ഇവിടെ നിന്ന് വാഷ് ചെയ്ത സാധനങ്ങൾ മേലെ കൊണ്ടുപോയി വിരിക്കാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ്. സ്റ്റെപ്പ് നനയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റൂഫ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്പേസ് കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. ഇവിടെ ഫാൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് സീലിംഗ് വർക്കും ഇതിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഇത് വരുന്നത്, കിച്ചന് മേലെയായിട്ട്. അതുകൊണ്ട് തന്നെ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. ഇനി നമുക്കിതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത്
വെസ്റ്റ് സൈഡിൽ ഇത് നോർത്ത് സൈഡ് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, സിലിണ്ടറിക്കൽ ലൈറ്റ്, ഭംഗിയുള്ള കബോർഡ്, ഏകദേശം 14 അടി നീളം, അതുകൂടാതെ 11 അടി വീതി, നല്ല ഡ്രസ്സിംഗ് ടേബിളിനുള്ള സ്പേസ്, അതുപോലെ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അകത്ത് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്, എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂം കൂടിയാണ്. ഇനി നമുക്കിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. 12 അടി നീളം, 11 അടിയോളം വീതിയും വരുന്നുണ്ട്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കബോർഡും ഒക്കെ ഇതിനും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. നമുക്ക് ബാത്റൂം ഒന്ന് കാണാം. ഇതും വെറ്റ് ഡ്രൈ തന്നെയാണ്. പെഡസ്റ്റൽ ടൈപ്പിലെ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഹാങ്ങിങ് ക്ലോസറ്റ്, ഡയവേർട്ടർ, റെയിൻ ഷവർ. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. മിറർ വരാനുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയാണ് കബോർഡ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഭാഗം ബാൽക്കണി. റോഡിനോട് അഭിമുഖമായി തന്നെ നല്ലൊരു ബാൽക്കണി സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഗ്ലാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ ലൂവറിൻ്റെ വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് റോഡ് ഫ്രണ്ടേജ് മാത്രമല്ല, ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വരുന്നുണ്ട്. 5 സെൻറ്റ് 450 ലിങ്ക്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2200 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതിൽ പെടാതെ വരുന്നതാണ് പോർച്ച് ഏരിയ വരുന്നുണ്ട്, നല്ലൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്, പാഷ്യോ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പെടാതെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,20,00,000 രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളും ആണ്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് വീടെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ സൈറ്റ് വിസിറ്റിനും ഇതിൻ്റെ ലോൺ വർക്കിനും എന്താവശ്യത്തിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.